എത്രയൊക്കെ നൂല് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, അത്യാവശ്യത്തിന് ഒരു കളർ തപ്പി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ നൂല് കാണുന്നുണ്ടാവില്ല. ഇതിപ്പോൾ എൻ്റെ കുഴപ്പം മാത്രമാണോ ആവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടോ? ഞാൻ ഇതുപോലത്തെ സ്വീറ്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ടായിരുന്നു കേട്ടോ നൂലൊക്കെ അറേഞ്ച് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കരുതിയേ എന്തായാലും ഈ കലപിലാന്നൊക്കെ ഇടാതെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന്. അങ്ങനെ മീഷോയിൽ നോക്കിയപ്പോൾ 2 ത്രെഡ് ബോക്സ് കണ്ടു കേട്ടോ. ഇത് 2 കൂടി എനിക്ക് 145 രൂപയ്ക്കാട്ടോ കിട്ടിയത്. അതായത് 75 രൂപ പോലും ആകുന്നില്ല ഒരെണ്ണത്തിന്. നോക്കിയപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ത്രെഡൊക്കെ നമുക്കിങ്ങനെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ 2 ബോക്സ് ഉണ്ട്. ഇതിൻ്റെ മേളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിസേഴ്സ്, ടേപ്പ്, ഹുക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് കത്രിക വെക്കാനാണെന്ന് തോന്നണം. അപ്പോൾ എൻ്റെ ഇളത് നല്ല വലുതായതുകൊണ്ടിട്ട് ഇതിൽ സെറ്റാകുന്നില്ല. അപ്പോൾ ചെറിയ കത്രികയൊക്കെ ഇതിൽ വെക്കാം. അപ്പോൾ ഒരു ബോക്സിൽ എന്തായാലും ഞാൻ എല്ലാ കളേഴ്സിൻ്റെ ഓരോ നൂല് വീതം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഈ ഒരു ബോക്സ് എടുത്താൽ മതിയല്ലോ, എങ്ങ് വേണമെങ്കിലും കൊണ്ട് കിടക്കുകയും ചെയ്യാം. പിന്നെ അതിൽ ഞാൻ ഇതുപോലെ ചോക്കും ടേപ്പും ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ബോക്സിൽ ഞാൻ മറ്റുള്ള അൽക്കോർത്ത നൂലുകളൊക്കെ കൂടി സെറ്റ് ചെയ്യാനായിട്ടാണ് കരുതിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ അടപ്പിൽ കണ്ടോ, ഈ 2 സൈഡ് ഇതുപോലെ ലോക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ താഴെ വീണാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചാലും നൂലൊന്നും ഷഫിളാകാണ്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.